ഗൈസ്, നമ്മുടെ ഈ തായ്ലൻഡ് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഡേ ആണെന്ന്. ക്ലാസ് ഇരിക്കുക, പൂ മടക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഫ്ലവർ മേക്കിംഗ് വർക്ക്ഷോപ്പ് ആയിരുന്നു. തന്നെ രണ്ട് പൂ ഉണ്ടാക്കി, രണ്ട് പൂ. So that's why I want to teach you first how we form the so you can know താമര വിരിയിച്ചോണ്ടിരിക്കുകയാണ്. താമര side and then right side and then you tuck it. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ പറ്റുന്നതായിരിക്കും. വേൾഡ് ഓഫ് എത്തിക് മാൻ പട്ടായ വിശേഷങ്ങൾ ഉണ്ട് ഗൈസ്. കൂടുതൽ പട്ടായ വിശേഷങ്ങൾക്കായി അടുത്തത് കാണിക്കും, അടുത്ത ഹോം കാണിക്കും. ഇപ്പൊ ഇവരടുത്ത് കാണിക്കും ഗൈസ്. Okay, for this each of them ചെയ്യണം. you കുറച്ച് കഷ്ടപ്പെട്ടു, എന്നാൽ നമ്മൾ ഉണ്ടാക്കി. Okay, when you wait tomorrow, do not forget. And this afternoon, time to check the spelling. നമ്മുടെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞു. ഇനിയിപ്പം ഫുഡ് കിട്ടിയിരിക്കും. ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിൽ കമന്റ് ചെയ്യുക. ഗിവ് അവേ 3 തായ്ലൻഡ് ഫ്ലവേഴ്സ്. സഞ്ജു ലഞ്ചൊക്കെ എടുത്ത് സെറ്റായി. ഇവിടുന്ന് കിട്ടിയ ഫുഡ് നമുക്ക് പറ്റിയില്ല. നമ്മൾ താഴെ 7 ലെവലിലേക്ക് തന്നെ വന്നു. ഗൈസ്, നമ്മൾ ഫുഡ് മേടിച്ചിട്ട് നമ്മുടെ കോളേജിൻ്റെ തൊട്ടടുത്തുള്ളൊരു മാളിൽ വന്നതാണ്. അങ്ങനെ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞതാണ്. നമ്മൾ അടുത്ത സെഷൻ തുടങ്ങി. ഇതെന്താണെന്ന് വെച്ചാൽ അവിടെ തായ്ലൻഡിൽ കുറച്ച് സ്പെഷ്യൽ സ്വീറ്റ്സ് ഉണ്ട്, അതുണ്ടാക്കുന്ന വർക്ക്ഷോപ്പായിരുന്നു. ഇവരുണ്ടാക്കുന്നതെല്ലാം തേങ്ങ വെച്ചായിരുന്നു ഗൈസ് ഉണ്ടാക്കിയത്, നമ്മുടെ കരിക്ക് വെച്ച്. അവർ അതിൽ വെച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പകുതി മനസ്സിലായൊന്നുമില്ല. തിളപ്പിക്കാൻ വെച്ചേക്കുന്നത് ആക്ച്വലി തേങ്ങാപ്പാലാണ്. അതിൻ്റെ അകത്തോട്ട് വേറെന്തോ സാധനം ഇടുന്നു, എന്നിട്ട് അത് ഷുഗർ കോട്ട് ചെയ്തെടുക്കുന്നു. നല്ല രസമുള്ള പരിപാടിയായിരുന്നു കാണാൻ. ഇത് കാണുമ്പോൾ നമുക്ക് തേൻമിഠായി ആയിട്ട് തോന്നും, പക്ഷെ അത് തേൻമിഠായി അല്ല. കാണാൻ മാത്രമേ ഭംഗിയുള്ളൂ കേട്ടോ, കഴിക്കാൻ വലിയ സെറ്റപ്പൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ സാധനം ഉണ്ടാക്കി വായി വെക്കാൻ കൊള്ളില്ല. ഞങ്ങൾക്ക് മാത്രമേ ഇവിടുത്തെ ഫുഡുകളൊന്നും ഇഷ്ടപ്പെടാത്തുള്ളൂ. ഈ സാൻജോയും നെബിനും ഒക്കെ ഇല്ല ഗൈസ്. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ വേൾഡ് ഓഫ് എത്തിക് മാൻ എന്ന് പറഞ്ഞ ചാനലുണ്ട്, അതിൻ്റെ അത് നെബിനെ കാണാം. ഈ ചാനലിൽ നിങ്ങൾ സാൻജോയെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് ഗൈസ്. നിങ്ങൾ സാൻജോയെ കണ്ടിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ അത് നോക്കുക. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ടെസ്റ്റ് ചെയ്തു, പക്ഷെ ഒന്നും കൊള്ളത്തില്ല ഗൈസ്. മുതലിറച്ചി നിങ്ങൾ കഴിക്കണം, അടിപൊളി. എല്ലാ ഫുഡും ഞങ്ങൾ തിന്നു നോക്കി. കഴിക്കണേ, മറക്കല്ലേ. ടാറ്റാ ഗൈസ്. ബേസിൽ വന്നിട്ടുണ്ട് ഗൈസ്. ബേസിൽ ബായ് വന്നിട്ടുണ്ട്. ഇവനാണ് ബേസിൽ. ഇവനെ നിനക്ക് കാണണമെങ്കിൽ വേൾഡ് ഓഫ് എത്തിക് മാൻ എന്ന് പറയുന്ന ചാനലിൽ നോക്കേണ്ടതാണ് ഗൈസ്. ഓക്കെ ബൈ. അങ്ങനെ ഇതാ നമ്മൾ അടുത്ത ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാൻ ഗൈസ്. ഇതൊരു പാൻ കേക്കാണ്. എന്ത് പാൻ കേക്കാണെന്നറിയോ? നിങ്ങൾ ഞെട്ടും. തേങ്ങ വെച്ചുള്ള പാൻ കേക്കാണ് ഗൈസ്. ഇപ്പം അശ്വതി ചേച്ചി പാൻ കേക്ക് ഉണ്ടാക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവനവിടെ പോയി പണിയൊക്കെ എടുക്കുമായിരുന്നു. എന്താല്ലേ, പ്രാക്ടിക്കൽ ലേണിംഗ് ആയിരുന്നു അവിടെ. അടുത്ത് പ്രാക്ടിക്കൽ ലേണിംഗ്. അവന്മാരും അവിടെ എന്താണ്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കൾച്ചർലെസ്. അതെ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. തിരിച്ച് റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. 7-11 കയറി തിന്നാനും കുടിക്കാനുള്ളതൊക്കെ മേടിച്ചു. അതാ തിരിച്ചു വെക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടെ സമയം 3:30 ആയിട്ടുള്ളൂ. റൂമിൽ പോവാം. പിന്നെ അന്നത്തെ ദിവസം നമ്മൾ റൂമിൽ പോയി കിടന്നുറങ്ങി. അന്നത്തെ ദിവസം തീർന്നു ഗൈസ്. പിന്നെ അടുത്ത ദിവസമായി. അടുത്ത ദിവസത്തെ ക്ലാസ് തുടങ്ങി. ഇന്നൊരു കൾച്ചറൽ ഡേ ആയിരുന്നു. There was a king called Mahabali Tapala who was reigned for. ബേസിലിപ്പോൾ അത് അവിടെ എല്ലാവരോടും ഇംഗ്ലീഷിൽ നമ്മുടെ ഓണത്തെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവനെന്തോ വലിയ കാര്യമായിട്ട് കുറേ പറയുന്നുണ്ടായിരുന്നു ഗൈസ്.
അവിടെ ആർക്കും എന്തെങ്കിലും മനസ്സിലായോ എന്തോ, ഞങ്ങൾക്ക് ആർക്കൊന്നും മനസ്സിലായിട്ടില്ല എന്തായാലും. അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞപ്പോൾ കുറച്ച് ഫിലിപ്പിനോസ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരവരുടെ കൾച്ചറിനെ പറ്റി സംസാരിച്ച് അത് പോർട്രേ ചെയ്ത് കാണിച്ചു. നല്ല രസമായിരുന്നു. പിന്നെ ഈ പയ്യൻ്റെ വോയിസ്, അയ്യോ നല്ല കിഡിലെ വോയിസ് ആയിരുന്നു, നല്ല അടിപൊളി ഒരു പാട്ടൊക്കെ പാടിയവൻ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാംസ് കഴിഞ്ഞതോടെ അന്നത്തെ സെഷൻസും കഴിഞ്ഞു. അന്ന് നമ്മുടെ ഹരിയുടെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു ഗൈസ്. നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് അവൻ്റെ ബർത്ത്ഡേയും ആഘോഷിച്ചു. പിന്നെ അവിടെ വേറെ കുട്ടിയുടെയും ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരുടെയും കേക്കൊക്കെ മുറിച്ചെന്നത് ദിവസം തീർന്നു ഗൈസ്. 3rd day ഓഫ് ക്ലാസ്. നമ്മളവിടെ ട്രിപ്പൊക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യണം ഗൈസ്, അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം അവസ്ഥ. ഗ്ലോബൽ വാർമിംഗ് ഉണ്ട് ഇവിടെ, നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഇതിന്റെ റേസ് ഉണ്ട്, എന്തോ ഒരു റേസ്, അൾട്രാവയലറ്റ് റേസും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ടാ. നീ ആലോചിച്ച് നോക്ക്, സംസ്കൃതം എന്താ ബന്ധം? ഗ്ലോബൽ വാർമിംഗ് കാരണമാണല്ലോ മഴ പെയ്യുന്നത്. നമ്മളെ കൈയടിപ്പിക്കാൻ വന്നതാണ് ഗൈസ്. നമ്മൾ കൈയടിച്ചു കൊടുത്തിട്ടുണ്ട്. പോയി. And I'm so proud of you, batch 1. So sorry to keep you wet. So we have ഗൈസ്, നമുക്ക് കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റാണിത്. കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ, കഴിക്കാനൊന്നും കൊള്ളത്തില്ലായിരുന്നു ഗൈസ്. നമ്മൾ ഐറ്റയ എന്ന് പറയുന്നൊരു സ്ഥലം കാണാനാണ് വന്നത്. ഈ വണ്ടിയിലൊക്കെ കയറി നല്ല രസമായിരുന്നു ഈ വണ്ടി പോകാനായിട്ട്. അതിൽ ചേട്ടന്മാർ നമുക്ക് പാട്ടൊക്കെ ഇട്ടുതരും, നല്ല കിടിലം പാട്ട്, ഹിന്ദി. നമ്മൾ തായ് ലുക്കിലേക്ക് മാറി. തായ് ലുക്ക് നോക്കിയടാ, കിഡില്ല ഫുൾ ലുക്ക്. ഒരു അമ്പലത്തിൽ വന്നേക്കൂടെ, അമ്പലത്തിൽ സാൻജോ മഹാരാജാവ്. രസമുണ്ട്. നമ്മൾ ഫസ്റ്റ് കണ്ട അമ്പലത്തിൽ നിന്ന് ഇറങ്ങി സെക്കൻഡ് അമ്പലത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഭയങ്കര ചൂടാണ് ഉടുപ്പിട്ടിട്ട്. ഗൈസ് നമ്മളങ്ങനെ എലിഫന്റിന്റെ അടുത്തെത്തി. ഗൈസ് നമ്മളങ്ങനെ കുറേ ആനകളെ, ആനപ്പാപ്പാമാരെയും പിന്നെ ആനപ്പുറത്തിരിക്കണ വേറെ കുറേ ആൾക്കാരെയും കണ്ടു. നമ്മൾ അടുത്ത സ്പോട്ടിലെത്തി. ശരത് മഹാരാജാവ് വ്ളോഗേഴ്സ് മീറ്റിംഗ് ഈച്ച് അതർ. നമ്മളിവിടെ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇതാണ് ഈ സ്ഥലത്തിന്റെ പ്രിവ്യൂ. എസ്തറിന്റെ വ്ളോഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. സച്ചിന്റെ വ്ളോഗ് നടക്കുകയാണ് ഗൈസ്. നിങ്ങളൊന്ന് കാണണ്ടാണ്. 10 രൂപ കുറേ വെച്ച് അവിടെ എന്താണെന്നറിയത്തില്ല. നിന്റെ 10 രൂപ പോലും ഇല്ലല്ലോടാ ഗൈസ്. പിന്നെ ഈ ബുദ്ധനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങളൊക്കെ മടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മൂലയ്ക്ക് പോയി വെറുതെ ഇരുന്നു ഗൈസ്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് ഇറങ്ങി ഗൈസ്. അപ്പോഴത്തേക്കും ഞാൻ ഉടുപ്പൊക്കെ മാറായിരുന്നു. ചൂടെടുത്ത് മടുത്തിരുന്നു ഗൈസ്. പിന്നെ ഈ വണ്ടിയിൽ നമ്മൾ ഭയങ്കര അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ ഇട്ട് ജില്ലായിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അത് കാരണം വലിയ കുഴപ്പമില്ലായിരുന്നു ഗൈസ്. അട്ടപ്പടിപൊളിയായിരുന്നു. രാജാവിൻ്റെ കോലത്തിൽ നിന്ന് മാറിയപ്പോൾ what do you feel getting out of the costume? അടിപൊളി ചൂട് വെതർ. കുണ്ടി become ചൂട്. ലഞ്ച് ടൈം. നമ്മളൊരു മിഷലിൻ സ്റ്റാർ റെസ്റ്റോറൻറ്റിലാണ് ഗൈസ് ലഞ്ച് കഴിക്കാൻ കയറിയത്. ഇവിടെ എല്ലാ സാധനവും ഉണ്ടായിരുന്നു. അടിപൊളി ലഞ്ചായിരുന്നു. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഇവിടെ വന്ന് വെറുതെ ചില്ല് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് നമ്മളൊരു മ്യൂസിയത്തിലേക്കാണ് ഗൈസ് പോയത്. അവിടെ വീഡിയോസൊന്നും എലൗഡ് അല്ലായിരുന്നു. നമ്മൾ മ്യൂസിയമൊക്കെ കണ്ടു. പുതിയ എന്തോ സാധനം കൊണ്ടാണ് ഇപ്പോൾ വരുന്നത്. എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. നമ്മുടെ അവിടുത്തെ പഞ്ഞിമിഠായി, നമ്മുടെ സോന പാപ്പടിയാണ്. അത് നൂല് പോലെ കട്ട് ചെയ്ത് പാപ്പം കിട്ടി. പാപ്പം പിന്നെ എന്തോ അപ്പമാണെന്ന് തോന്നുന്നു ഗൈസ്. കൊള്ളില്ല ഗൈസ്. ഇല്ല വന്നുള്ളൂ. just forward and you have an experience to do that. And of course in that cafe you can also order some drink yourself there. How many of them? Probably the quick have asked like 3 of them, so we can separate in 3 ways. You can show as well. If you remember, we come through the same way that we went to our first
ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളൊരു കഫേയിലേക്കാണ് ഗൈസ് വന്നത്. നല്ല രസമുള്ളൊരു കഫേ ആയിരുന്നു, നല്ല വ്യൂവും എല്ലാം, നല്ലൊരു പീസ്ഫുൾ വൈബുള്ളൊരു കഫേ ആയിരുന്നു. ഇവിടെ നമ്മൾ ചുമ്മാ വന്നതല്ല, നമ്മളൊരു ആർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാനിവിടെ ഇനി പിടിച്ചോണ്ടിരിക്കുന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ആർട്ട് വർക്ക്. ഇത് വെച്ചിട്ട് നമ്മളൊരു മീനിനെ ഉണ്ടാക്കും. അവരുണ്ടാക്കി കൊടുത്ത മീനാണിത്. എന്നിട്ട് അവന്റെ സ്വന്തം എന്ന് പറഞ്ഞ ഷോ ഇറക്കിക്കൊണ്ടിരിക്കുക. എത്ര നല്ല മീൻ അവിടെ കിട്ടും. ശരത്തിന്റെ അതെ ഗൈസ്, അവരുണ്ടാക്കി കൊടുത്ത മീനാണ്. എന്നിട്ട് ജാട ഇറക്കിക്കൊണ്ടിരിക്കുക. ഹരിയുടെ അതെ ഗൈസ്, അവരുണ്ടാക്കി കൊടുത്തതാണ്. ഞാൻ പഠിപ്പിക്കണം. ചേട്ടന്മാരൊപ്പം മുട്ടാൻ പോയത് കാണിച്ച് വാൾപ്പേറ്റ് കാണിച്ച് ഞാൻ കണ്ടില്ല. ഇങ്ങോട്ട് കാണിക്കും, ക്യാമറ കാണിച്ച്, ഇങ്ങോട്ട് കാണിക്കും, അടുത്തേക്ക്. ഓ എന്താണ് അഭിമാനത്തോടെ പറയുന്നത്? രസമുണ്ട്. അവിടെ താട കുറച്ച് അർജുനെ, നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു. നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. കംപ്ലീറ്റ് കള്ളത്തരൂണ്. ഇവക്ക് വരാൻ ഒരു താല്പര്യം ഉണ്ടായില്ല. എന്നിട്ട് അവിടെ ട്രിപ്പ് കഴിഞ്ഞു. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് തിന്നാൻ മേടിക്കാൻ വെള്ളവെള്ളയ്ക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു.